ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. നമ്മൾ ഈ കഴിഞ്ഞ +2 മോഡലിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 19th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 1/x-1 into x-2 വിത്ത് റെസ്പെക്ട് ടു dx. ഇത് നമുക്ക് ഇന്റിഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഇന്റിഗ്രേഷൻ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫോം മനസ്സിലാക്കണം. ഈ 2 മാർക്കിന്റെ ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അധികം ചോദിച്ചു വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് കോൺസ്റ്റന്റ് a ഡിവൈഡഡ് ബൈ x-1ഉം അതേപോലെ തന്നെ b ഡിവൈഡഡ് ബൈ x-2 ഈ ഒരു ഫോമിൽ എഴുതിയിട്ട് ഇതിന് എൻ്റെയും ബിൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്തിട്ട് ഇതിൽ കൊടുത്ത് ഇന്റിഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 രീതിയിൽ നമുക്ക് എൻ്റെയും ബിൻ്റെയും വാല്യൂ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഇതിന് ന്യൂമറേറ്റർ എഴുതാം. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു a ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും b ഇൻറ്റു x-1. നമുക്ക് ഡയറക്റ്റ് എക്സിൻ്റെ വാല്യൂ കൊടുത്തിട്ടും a b കാണാം, അല്ലെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടും കാണാം. ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. a ഇൻറ്റു x-2a പ്ലസ് bx-b. അപ്പോൾ ഇവിടെ x എന്നുള്ള ടേംസ് നമ്മൾ ഒന്നിച്ചെടുക്കുന്നു. ഇത് ഈ 2 ടേമിൽ എക്സ് ഉണ്ട്, അത് ഒന്നിച്ചെടുത്തു. മൈനസ് കോൺസ്റ്റന്റ് വേറെ വെച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സിന് ഉള്ള വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ a പ്ലസ് ബി ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ എക്സിന്റെ വേരിയബിൾ ഇല്ല, സോ 0. ഇവിടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 ഉണ്ട്, സോ -2a മൈനസ് 1 എന്താണ്? 1 ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് a ഈസ് ഈക്വൽ ടു -b എന്ന് കിട്ടും. ആ എന്റെ വാല്യൂ നമ്മൾ ഇവിടെ കൊടുത്താൽ മൈനസ് b ഈസ് ഈക്വൽ ടു 1. സോ 2b മൈനസ് b ഈസ് ഈക്വൽ ടു 1. b ഈസ് ഈക്വൽ ടു എന്താണ്? 1. അപ്പൊ നമുക്ക് എൻ്റെയും ബിൻ്റെയും വാല്യൂ ഇവിടുന്ന് കിട്ടി. ആ എൻ്റെയും ബിൻ്റെയും വാല്യൂ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ ഇന്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ബിന്റെ വാല്യൂ കിട്ടി. ഇനി b ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അപ്പോഴല്ലേ നമുക്ക് എന്റെ വാല്യൂ കിട്ടുക. അപ്പോൾ a പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0, a ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്റെ വാല്യൂ കിട്ടി -1, ബിന്റെ വാല്യൂ കിട്ടി 1. ഇവിടെ കൊടുക്കുക -1 ഡിവൈഡഡ് ബൈ x-1 വിത്ത് റെസ്പെക്ട് ടു dx പ്ലസ് ബിന്റെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ x-2 വിത്ത് റെസ്പെക്ട് ടു dx. അപ്പോൾ നെഗറ്റീവ് ഇവിടെ നിൽക്കട്ടെ. 1/x-1ന്റെ ഇന്റിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ log ഓഫ് x മോഡ് x-1 ആണ്. ഇവിടെ ഇതിന്റെ ഇന്റിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ log ഓഫ് മോഡ് x-2 ആണ്. ഇനി ലോഗിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. log m മൈനസ് log n എന്ന് പറയുന്നത് log m ഡിവൈഡഡ് ബൈ n ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ആദ്യം പോസിറ്റീവ് വാല്യൂം പിന്നെ നെഗറ്റീവ് വാല്യൂം എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വൃത്തിയിൽ എഴുതണമെങ്കിൽ, ഒന്ന് സിംപ്ലിഫൈ ആയിട്ട് എഴുതണമെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? ഡിവൈഡഡ് ബൈ x അക്കോർഡിംഗ് ടു നമ്മുടെ ലോഗിന്റെ റൂൾ അല്ലേ. മൈനസ് ആണെങ്കിൽ അത് ഡിവിഷൻ ലൈൻ. ഇതാണ് അതിന്റെ ഇന്റിഗ്രേഷൻ. ഇനി അതിൽ ഒരു സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. പ്രൂവ് ദാറ്റ് 0 to π/2 log sin x dx ഈക്വൽ ടു π/2 log 2. അപ്പൊ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യം നമുക്ക് ആ തന്ന ഇന്റിഗ്രലിനെ 0 to π/2 log ഓഫ് sin x വിത്ത് റെസ്പെക്ട് ടു dx ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആക്കി മാറ്റാം. ഓക്കെ, ഇനി നമ്മളൊരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ഇതിൽ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. 0 to a f of x dx ഈസ് ഈക്വൽ ടു 0 to a f of a മൈനസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു dx. ഈ ഒരു പ്രോപ്പർട്ടി പഠിച്ചു. ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 0 to π/2 log ഓഫ് സൈൻ π/2 മൈനസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു dx എന്ന് എഴുതുകയാണെങ്കിൽ ഇത് എന്തായി മാറും? i ഈസ് ഈക്വൽ ടു 0 to π/2. അപ്പോൾ ഈ ഇന്റിഗ്രേഷൻ നമുക്ക് ഇപ്പൊ സൈൻ π/2 മൈനസ് എക്സ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. പിന്നെ സൈൻ π/2 വരുമ്പോൾ അത് എന്തായി മാറും? കോസ് ആയി മാറും. ഓക്കെ, അത് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ആഡിങ് ഇക്വേഷൻ 1 and 2 ഇനി നമുക്ക് രണ്ടും ഇത് ആഡ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത് 2i ആയി മാറും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇവിടെ i ഉണ്ട്, ഇവിടെ i ഉണ്ട്, 2 iയും കൂടി ആഡ് ചെയ്താൽ 2i കിട്ടും. 0 π/2 log sin x വിത്ത് റെസ്പെക്ട് ടു dxഉം അതേപോലെ തന്നെ 0 to π/2 log ഓഫ് cos x വിത്ത് റെസ്പെക്ട് ടു dx. ഓക്കെ, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് എഡീഷൻ ആയതുകൊണ്ട് ഇത് എന്തായി മാറും?
നമുക്ക് ലോഗിന്റെ റൂൾ അറിയാം. ലോഗ് എം പ്ലസ് ലോഗ് എൻ എന്ന് പറയുന്നത് ലോഗ് ഓഫ് എം ഇൻറ്റു എൻ. 0 to π/2 ലോഗ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇനി ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇന്റിഗ്രേഷൻ മൊത്തം ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അറിയാം സൈൻ എക്സ് കോസ് എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് സൈൻ 2x ആയി മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കാം. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം പോരാ, ഏത് നമ്പറാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിന് അതേ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിവൈഡ് കൂടി ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 0 to π/2 ലോഗ് ഓഫ് 2 സൈൻ എക്സ് കോസ് എക്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു 2 കൊണ്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് എന്തായി മാറും, 0 to π/2 ലോഗ് ഓഫ് സൈൻ 2x/2 വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് എന്നായി. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ റൂള് പറഞ്ഞ പോലെ ലോഗ് m/n, നമുക്കറിയാം ലോഗ് m/n എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് m മൈനസ് ലോഗ് ഓഫ് n ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെ എഴുതാം, 0 to π/2 ലോഗ് ഓഫ് സൈൻ 2x മൈനസ് 0 to π/2 ലോഗ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്, ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് 2i എന്ത് കിട്ടി, നമുക്ക് വീണ്ടും ഇവിടെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണ്, 2i ഈസ് ഈക്വൽ ടു 0 to π/2, നമുക്ക് കിട്ടിയത് ഇവിടെ ഒന്ന് തിരിച്ചെഴുതാം, ലോഗ് സൈൻ 2x ലോഗ് സൈൻ 2x വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് മൈനസ് 0 to π/2 ലോഗ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്. ഇതാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ എഴുതിയപ്പോൾ അല്ലേ. ഇനി 2i ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് പിന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തെടുക്കാം. വെറുതെ ജസ്റ്റ് ഒരു i1 എന്നുള്ളത് പേര് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ഇൻറ്റിഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ലോഗ് 2 കോൺസ്റ്റന്റ് ഉള്ളത് പുറത്തേക്ക് എടുത്തു, 0 to π/2 1 വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്. ഓക്കെ, ഇങ്ങനെ എടുത്തു. അപ്പോൾ 2i ഈസ് ഈക്വൽ ടു, ഇത് i1 ആണ്, നമ്മൾ വെറുതെ ജസ്റ്റ് പേര് കൊടുക്കണം, പിന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തെടുക്കാം. ലോഗ് 2 ഇവിടെ 1ന്റെ ഇൻറ്റിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുത്തു, ഇങ്ങനെ കിട്ടി. ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തെടുത്താൽ 2i ഈസ് ഈക്വൽ ടു i1 മൈനസ് ലോഗ് 2 ഇൻറ്റു ഇവിടെ π/2, മറ്റത് 0 ആയിട്ട് പോകും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2i ഈക്വൽ ടു i1 മൈനസ് ലോഗ് π/2 ലോഗ് 2 എന്ന് എഴുതാം. ഓക്കെ, ആ കിട്ടിയത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത നമ്മുടെ എന്താ ചെയ്യേണ്ടത്, ഇതിനെയും കൂടി നമുക്കൊന്ന് ഇൻറ്റിഗ്രേറ്റ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ 0 to π/2 ലോഗ് സൈൻ 2x വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്, ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാം. അപ്പോൾ ലെറ്റ് 2x നമുക്ക് ഇവിടെ ഈ 2xനെ നമ്മൾ u എന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും, 2 വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് എന്ന് പറയുന്നത് du കിട്ടും. അപ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, 1/2 du എന്ന് കിട്ടും. അത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻറ്റിഗ്രേഷനിൽ കൊടുക്കുക. അപ്പോൾ 0 to π/2 ലോഗ് ഓഫ് സൈൻ u എന്ന് കിട്ടും അല്ലേ, സൈൻ u du/2. അപ്പോൾ ആ 1/2 നമുക്ക് ഇവിടെ കൊടുക്കാം, കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ തേർഡ് ഇക്വേഷൻ. അപ്പോൾ ഈ തേർഡ് ഇക്വേഷനെ നമുക്ക് പ്രോപ്പർട്ടി യൂസ്, ഇതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, ഒന്ന് ഇൻറ്റിഗ്രേറ്റ്, ശരിക്കും വീണ്ടുമല്ല, നമുക്കൊന്ന് ഇൻറ്റിഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കിട്ടിയത് നമുക്കൊന്നും കൂടി എഴുതാം. തേർഡ് ഇവിടെ എഴുതി വയ്ക്കാം, 0 to π/2 1/2 സൈൻ u, 1/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ ലോഗ് ഓഫ് സൈൻ u വിത്ത് റെസ്പെക്ട് ടു ഡി യു എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണല്ലോ കിട്ടിയത്, 1/2 ലോഗ് ഈ സൈൻ u വിത്ത് റെസ്പെക്ട് ടു ഡി യു എന്ന് കിട്ടി. ഇനി ഇവിടെ നമ്മൾ 0 to π/2 ആണ് നമ്മുടെ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. ബിക്കോസ് 2x ആയിരുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ലിമിറ്റ് ചേഞ്ച് ചെയ്യാൻ മറക്കരുത്. 2x എന്ന് പറയുന്നത് എന്താണ്, u ആണ് നമ്മൾ കൊടുത്തത് അല്ലേ. അപ്പോൾ 0 π/2 ആണ് നമ്മുടെ ലിമിറ്റ്. അപ്പോൾ വെൻ x ഈക്വൽ ടു 0 ആവുമ്പോൾ നമ്മുടെ ലിമിറ്റ് ഇവിടെ u എന്തായി മാറും, 0 കൊടുത്താൽ 2 × 0 0, 2 × 0 0, അപ്പോൾ u ഈക്വൽ ടു 0 കിട്ടി. ഇനി എക്സിന് നമ്മൾ π/2 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, ഇവിടെ π/2 ആവുമ്പോൾ u എന്ത് കിട്ടും, π എന്ന് കിട്ടും. കണ്ടോ, അപ്പോൾ നമ്മുടെ ലിമിറ്റ് ചേഞ്ച് ആയി
അല്ലേ? അപ്പോൾ ഇയാൾ ലിമിറ്റ് ചേഞ്ച് ആയത് ഇവിടെ കൊടുക്കണം. 0 to pi ആയി. 0 to pi/2 ഉള്ളത് എന്തായി? 0 to pi log sin u വിത്ത് റെസ്പെക്ട് ടു ഡി. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനല്ല എന്ത് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ ഇക്വേഷൻ നമ്മൾ ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ട് കിട്ടിയ ഒരു ഇക്വേഷൻ, ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി? 0 to 2a f of x dx is equal to 2x 0 to a f of x dx അല്ലെ? ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അക്കോർഡിംഗ് ടു ഈ പ്രോപ്പർട്ടി നമുക്ക് ഇങ്ങനെ എഴുതാലോ. 2a മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ f of x ആണ്, നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2 0 to pi log of sin, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? പൈ മൈനസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി യു എന്ന് കൊടുക്കാം. ഇനി പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് തന്നെയാണ്. സോ 1/2 0 to pi log sin എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ 6th പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 0 to a f of x dx ഈക്വൽ ടു 0 to a f of x dx. a/2 ആണ്, a അല്ല a/2 ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്യാണ്? ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്തായി മാറും? 1/2 0 to pi 0 to pi/2 അല്ലേ? ഇവിടെ 0 to a, നമ്മുടെ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? 0 to a f of x dx എന്താണ്? 2 times 0 to a/2 f of x dx ആണ്. അപ്പോൾ ഇവിടെ 0 to pi എന്തായി മാറും? 0 to pi/2 ആവും. അതേപോലെ തന്നെ ലോഗ് ഓഫ് എന്താണ്? സൈന് ഇവിടെ എന്തുണ്ട്? സൈൻ എക്സ് ഡി എക്സ് ആയി മാറും. ഓക്കെ, ഇനി ഇവിടെ ഒരു 2 ഉണ്ട്. ആ 2 നമ്മൾ ഇവിടെ കൊടുക്കുകയും ചെയ്യും. അപ്പൊ ആ 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കിട്ടുക എന്താണ്? ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു കിട്ടും. 0 to pi/2 log ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് എന്ന് കിട്ടും. ഇതന്നെയല്ലേ നോക്കൂ നമ്മൾ ഇവിടെ നേരത്തെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മളുടെ എന്ത്? ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഐ എന്ന് പറയുന്നത് അതാണെങ്കിൽ അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയത് 2i ഈസ് ഈക്വൽ ടു അല്ലെ? ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ 2i ഈസ് ഈക്വൽ ടു എന്തിനെ നമ്മളിപ്പോ ഇന്റിഗ്രേറ്റ് ചെയ്തെടുത്തത്? ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഇന്റിഗ്രേറ്റ് ചെയ്തെടുത്തത് ഈ ഒരു വാല്യൂ, ഇതാണ് ഇപ്പൊ നമ്മളിവിടെ ഇന്റിഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഇന്റിഗ്രേറ്റ് ചെയ്തെടുത്ത വാല്യൂ നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ ആയിട്ട് തിരിച്ചു കിട്ടി. സോ നമ്മളിവിടെ എന്ത് എഴുതും? 2i ഈസ് ഈക്വൽ ടു ഐ തന്നെ കിട്ടി മൈനസ് ഇതിന്റെ ഇന്റിഗ്രേഷൻ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? നെഗറ്റീവ് ലോഗ് ഓഫ് നെഗറ്റീവ് pi/2 ലോഗ് ഓഫ് 2 എന്ന് കിട്ടി അല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 2i മൈനസ് ഐ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് pi/2 ലോഗ് 2 എന്ന് കിട്ടും. 2i എന്ന് 1i പോയാൽ വെറും i ആവും. അപ്പോൾ i എന്ന് പറയുന്നത് നമ്മുടെ ഇന്റീഗ്രൽ ആണ്. ഇന്റീഗ്രൽ നമുക്ക് എന്ത് കിട്ടുകയാണ്? നെഗറ്റീവ് pi/2 ലോഗ് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു സൈഡിൽ വെക്കുക, പിന്നെ ഒരു കോളം വരച്ചിട്ട് അതിന് റൈറ്റ് ഹാൻഡ് സൈഡ് പ്രൂവ് ചെയ്തെടുക്കുക. ഇന്റിഗ്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. ഇതിൽ 2-3 പ്രോപ്പർട്ടി നമ്മൾ ഒന്നിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ബൈ.